ഇതിന് ഒരു സ്വർഗത്തിൽ വന്ന അനുഭൂതി. സൂപ്പർ. ഫുള്ള് ചുറ്റും കാട്, ഫുള്ള് കൂട. ഒരു സ്വർഗത്തിലേക്ക് നമ്മൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. അതേപോലെ ഇതെങ്ങനെ പറയുന്ന അറിയില്ല. ഹൗ ടു ഡിസ്ക്രൈബ് ദിസ് പ്ലേസ് മാൻ, ഐ ഡോണ്ട് നോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ ഇതിൽ കയറി പോകുന്നതൊക്കെ. This is something. ഫുള്ള് കൂട, ചുരുളൊന്നും കാണാൻ പറ്റില്ല. Oh man, superb. Man, ഇവിടെ കയറാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇവിടുത്തെ റിവ്യൂവും ആൾക്കാരും ഈ കയറിയൊക്കെ തിരിച്ച് ആലോചിക്കുമ്പോഴാണ്. ഇതേപോലെ ഗൈസ്, ഇത് ഭയങ്കര സീനാട്ടോ. ഇവിടെ കയറണമെങ്കിൽ ഒന്ന് കാലം തന്നെ താഴെ അടിവാരത്തുനിന്ന് മാറി എടുക്കാം. അമ്മാതി ഒരു ഹൈ റേഞ്ച് വാക്കിംഗ്. ഓ മാൻ, ഇത്രയും ത്രില്ലിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മലകയറ്റം അതേതാ മാൻ. കോടയെന്ന് പറഞ്ഞാൽ പോരാ, എൻ്റെ പൊന്നു മോനെ സ്വർഗം. ഏറ്റവും നല്ല ഒക്കെയാണ് ഗുയ്സ്. ചാവലുള്ളവർക്ക് ഇവിടെ ചാടിച്ചെത്താ താഴെ നിന്ന് പറക്കിയെടുക്കാം. സ്വർഗം. എൻ്റെ ഒന്ന് ഭർത്താവേ മത്തായി ഇതാ വരുതേ. വേറെ ടോപ്പ് ഹൈസ്റ്റ് ഹില്ലില്ലേ, അതും ഈവനിങ് 6 മണിക്ക്. ഫുള്ള് കോട, കുറേ തുമ്പികളും കുറേ കോടയും. സ്വർഗം. ഞാൻ സ്വർഗത്തിലും ഇവിടെയും എന്തോ ഉണ്ടായിരുന്നു സംഭവം. എനിക്കൊന്നും എഴുതിരി എത്തിക്കാം കേട്ടോ. ഇത് 1-ാം തരം ഒക്കെ കേട്ടോ. സത്യം പറയാലോ, ചാവാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇവിടെ നിന്ന് ചാടിയാൽ മതി, പ്രശ്നമില്ല. ഫുൾ മോട്ടിവേഷൻ, കട്ട മോട്ടിവേഷൻ. ഓക്കെ, ആരും നിങ്ങളെ തടയാനില്ല. വൈകിട്ട് കയറി വരിക, എടുത്തൊറ്റ ചാടാം. ആ കഴപ്പ് അതോടെ തരും. ഓക്കെ ഗൈസ്, തിരിച്ചിറങ്ങാൻ പോന്ന്. ഓ, ആരെങ്കിലും തല്ലി കൊന്നോ? അവിടെ എവിടെ ഉണ്ടായിരുന്നു ഗൈസ്, കാണുന്നില്ല. ആ ഉണ്ട്. ഫുള്ള് പറയണ സൂക്ഷിച്ചില്ലെങ്കിൽ തലച്ചോട്ടും ഗൈസ്. നല്ല മഴയുണ്ട്. സൂപ്പർ ഒരു യെസ്. പനി അടിച്ചാൽ ലീവ്, പനി അടിച്ചാൽ ലീവ്. സോ ഫൈനലി ഗൈസ്, സ്വർഗം. എണീറ്റ് അവിടെ ഉണ്ട്. സോ ഫൈനലി ഈസ് ദെയർ. നമുക്ക് ഇറങ്ങേണ്ട സമയമായി. ആരുടെ ശബ്ദവും കേൾക്കുന്നില്ല, നാട്ടുകാരെല്ലാം പോയെന്ന് തോന്നുന്നു. ഇനി ഫയർ എഞ്ചിൻ വിളിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. പുല്ലേ ഇനി ഇവിടെ ഫോൺ കയ്യിൽ വയ്ക്കുന്ന റിസ്ക്കാണ്. സോ അതുകൊണ്ട് ഞാൻ ഫോൺ കട്ട് ഓഫ് ചെയ്യാണ്. നമുക്ക് ഇറങ്ങേണ്ട വഴി സൂക്ഷിച്ചിറങ്ങി ഇന്നിറങ്ങി താഴെ പോകാൻ പറ്റും.
സോ പിടിച്ചും ഇറങ്ങുക. റിസ്ക് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര റിസ്ക്കാണ്. നല്ല മഴയാണ്. സോ ദിസ് ഇസ് ദ വഴി. എങ്ങനെ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഐഡിയ ഇല്ല. വളഞ്ഞും തിരിഞ്ഞ് ഇറങ്ങേണ്ടി വരും. ഇറങ്ങിക്കോ, മഴ തുടങ്ങി. സോ ഇതാണ് അവസ്ഥ. കിളമിലാണ്, നല്ല മഴയുണ്ട്. എന്തായാലും നൈസ് വൈബായിരിക്കും. കമ്പി പിടിച്ചിട്ട് ഇവിടത്തില്ല ചത്താലി, കാരണം ഇവിടുന്ന് വാരിയെടുക്കാൻ ആരുമില്ലല്ലോ. നല്ല മഴയുണ്ട്. വെള്ളമൊക്കെ എവിടെ നിന്ന് ഒഴുകി വരുന്നത് വെച്ചാൽ നല്ലപോലെ പെയ്തിട്ട് ഇച്ചിരി വെള്ളം കുടിക്കായിരുന്നു. സിനിമയാണ് ഇവിടെ. ആരുടെ എനക്കട നാട്ടാരാ രക്ഷയില്ല. ടൈം 6 കഴിഞ്ഞു. ഇത്രയും ഇവിടെ നിന്ന് ഒരു 4.5 കിലോമീറ്റർ അടുപ്പിച്ച് എനിക്ക് ആടെ ഇറങ്ങാനുണ്ട്. ഒന്നും കാണാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ മുകളിലത്തെ മൂത്രമായിരിക്കുമല്ലോ. വേണ്ട ഇത് ചുവലൊരു പരിപാടി ഹാൻഡിലാക്കി ഒരു ഒന്നൊരു അഡ്വഞ്ചറായിരുന്നു. നല്ലൊരു കാലല്ലൊരു പരിപാടി. കാണാൻ പറ്റും ഫുള്ളിരിട്ട്. ഇമ്മാതിരി അഡ്വഞ്ചർ ഫസ്റ്റ് ടൈം കേട്ടോ. ശാരദ, വിമല, നിന്റെ ബുദ്ധി വിമാനം പോലെയാ. ഇമ്മാതിരി കഴുപ്പ് നട്ടുപ്പരുകി. നമുക്ക് ഇവിടെ ഫുള്ള് മഞ്ഞാണ്. രാത്രി 7 മണി കഴിഞ്ഞിട്ടുണ്ട്. 7 മണി ആവുന്നുണ്ട്. എന്തായാലും ഒന്നും കാണുന്നില്ല. പക്ഷേ ഞാനൊക്കെ അഡ്വഞ്ചർ കംപ്ലീറ്റ് ചെയ്തു. സോളോ ട്രിപ്പ് ഇമാതിരി കഴപ്പ് ഇതോടെ തീർന്നു. ഇനി കാണിക്കില്ല. ഒരു വട്ടം ഈ കഴപ്പ് കാണിച്ച് പിന്നെ കാണിക്കില്ല. ഓക്കെ, സോളോ ട്രിപ്പ് എന്തായാലും നല്ല വൈബായിരുന്നു. മഴ, കോട, മഴ, സുഖം. എന്താ ഫൈനലി എങ്ങും നിശബ്ദത പക്ക. ഇതൊക്കെയാണ് വൈബ് ഗൈസ്. സത്യം പറയാലോ ഒരു ഒന്നൊന്നര ട്രിപ്പായിട്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ചിന്തല്ല. സീനാണ് ഗൈസ് ഇത്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ല. സീനാട്ടോ വഴി. ഇരുട്ടായിട്ടാ ഇനി സീനാ. നമ്മളെ ഇതുകൂടി അപ്പുറത്ത് താഴെ ഇറങ്ങുമ്പോൾ പോകും. അതെവിടെ പോയത്? ഫയറഞ്ചി വന്നോളുന്നു. Oh man, shit.
എൻ്റെ മോനെ എന്നാ സൈറ്റ്. സോ ഫൈനലി ഗൈസ് നമ്മൾ റീച്ചായിട്ടുണ്ട്. ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീണിട്ടുണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല, പറ്റിയിട്ടില്ല. ബട്ട് അവിടെ ഇവിടെയൊക്കെ വണ്ടിയൊക്കെ ഓടുന്നു. എന്തായാലും ഇത് ഒന്നും കാണാനില്ല. എന്തായാലും ഇതായിരുന്നു ഒരു ട്രിപ്പായിരുന്നു. മാൻ സോളോ ഡ്രൈവ് എന്ന് പറയുമ്പോൾ ആൾക്കാർ വൈകുന്നു കണ്ടുപിട്ടി ഇവിടെ ഫ്രണ്ട്സ് ചില്ലായിരുന്നു കേട്ടോ. സൂപ്പർ. എന്തായാലും ഇറങ്ങുമ്പോൾ 7:15 ബട്ട് ഇറ്റ്സ് ഫൈൻ. സോ ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം.